വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നാടൻ കോഴിയാണ്. കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചേക്കാണ്. തേങ്ങാക്കൊത്ത്, സവാള, ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതേപോലെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഉരുളി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നാടൻ കറിക്കെല്ലാം വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചിക്കൻ കറിക്ക് ഒരിക്കലും കടുക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കുറച്ച് പെരിഞ്ചീരകം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. കടുക് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കടുക് ചേർക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കടുക് ചേർക്കരുത്. അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തരികയാണ്. കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കറി ആയതുകൊണ്ട് കുറച്ച് മുളകൊക്കെ കുറച്ച് കൂടുതൽ വേണം എടുക്കാൻ. അതേപോലെ വെലിഫിൻ്റെ ഇല ഞാനൊരു 3-4 തണ്ട് ഇട്ടിട്ടുണ്ട്. അതൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പിന്നെ ഉള്ളിയും, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല ഒന്ന് വഴണ്ട് വരണം. ഇത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കനൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ വഴണ്ട് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ട്, അടിപൊളി മണമാണ്. അപ്പോൾ അതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കോഴിക്കറി വളരെ ടേസ്റ്റി ആവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 3-4 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും മുളക് പൊടി കുറച്ച് കൂടുതൽ നിൽക്കണം, മല്ലിപ്പൊടി കുറച്ച് കുറഞ്ഞ് നിൽക്കണം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഓവറാക്കരുത്. 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയോട് ഞാൻ നേരത്തെ കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഈ പൊടികളെല്ലാം നല്ല മൂത്ത് വരണം. അപ്പോൾ ഇളക്കി നല്ല മിക്സ് ചെയ്യാം. ഞാൻ നല്ല പൊടികളെല്ലാം നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വേവുണ്ട് കോഴിക്ക്. അപ്പോൾ നല്ല ഇതിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിവിടെ ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളമെല്ലാം ചേർത്തെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും.